നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. കേരളം പിടിക്കാൻ ഒരു മുഴം മുന്നേ തന്ത്രങ്ങളൊരുക്കി UDF. ജനുവരിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ഫെബ്രുവരിയിൽ പ്രകടന പത്രിക പുറത്തിറക്കും. PV അൻവറിനും CK ജാനുവിനും അസോസിയേറ്റ് അംഗത്വം. UDFിലേക്ക് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അടിത്തറയില്ലെന്ന് PJ ജോസഫ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ തുടരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത് നേപ്പാൾ സ്വദേശിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലെത്തിച്ചത് എയർ ആംബുലൻസിൽ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിൽ. വീഡിയോ അപ്ലോഡ് ചെയ്തവർ ഡിലീറ്റ് ചെയ്യണമെന്നും പോലീസിന്റെ നിർദ്ദേശം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിമരുന്നു കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ലഹരി ഉപയോഗിച്ചെന്ന പരിശോധനയിൽ തെളിയിക്കാനായില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും വീണ്ടും പരോൾ. വർഷാവസാനം നൽകുന്ന സ്വാഭാവിക പരോളെന്ന് അധികൃതർ. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകര സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ സജീവം. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് അതിർത്തി രക്ഷാസേന. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ഇന്ത്യ. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. 2026 പകുതിയോടെ ഒപ്പിടും. അടുത്ത 5 വർഷം കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കും. കരാർ യാഥാർത്ഥ്യമാകുന്നത് 9 മാസം നീണ്ട ചർച്ചകൾക്ക് പിന്നാലെ. രാജ്യത്ത് ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ 7 അവയവങ്ങൾ ദാനം ചെയ്തതിൽ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് നൽകിയത്. 3 മണിയോടെ കൊച്ചിയിൽ എത്തിച്ച ഹൃദയം 4 മിനിറ്റ് കൊണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഷിബു വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴി ഡിസംബർ 14 വൈകിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ഡിസംബർ 21 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് അവയവദാനത്തിന് കുടുംബാംഗങ്ങൾ സമ്മതം നൽകി. ഹൃദയത്തിന് പുറമെ ഷിബുവിന്റെ 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയും ദാനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിയോടെ ഹൃദയം എയർ ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നമുക്ക് 4 മിനിറ്റ് എടുത്തോളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ട പൈലറ്റ് വാഹനവും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെയൊരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അനാഥയായ നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാക്കിയത്. ആദ്യത്തെ ഒരു ശസ്ത്രക്രിയയായിട്ടാണ് വരുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 1 വർഷമായി ഇവിടെ തന്നെ ചികിത്സയിലാണ്. എന്നാൽ നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലം നേരത്തെയുള്ള സാധ്യതകൾ അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ തന്നെ പലരും സൗജന്യമായിട്ടുള്ള നിയമസഹായം എല്ലാം തേടിയിട്ടാണ് കോടതിയുടെ ഉത്തരവ് കൂടി കിട്ടി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുർഗ. അപൂർവമായ ജനിതകാവസ്ഥ മൂലം ദുർഗയുടെ അമ്മയും സഹോദരിയും ഹൃദയത്തിന് ഇതേ അസുഖം ബാധിച്ചാണ് മരിച്ചത്. പിന്നെ ആ കുട്ടിയുടെ ജീവിതം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല. സഹോദരി മരിച്ചിട്ട് 24ാമത്തെ വയസ്സിലാണ് സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളൂ എന്നാണ് അതിൻ്റെ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. സർജറി ഇനി വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല. സർജറി 100% വിജയമായിരിക്കും തന്നെ പറയാം. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം അങ്ങനെയാണ് വരുന്നത്. സർജറിയിലെ സങ്കീർണത അത്ര ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം അത് നേരിടാനുള്ള കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ തന്നെയാണ് ടീമിന് നേതൃത്വം നയിക്കുന്നത്. അത് സാധാരണ മാക്സിമം 1.5 മണിക്കൂറാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം. 1.5 മണിക്കൂറിനാണ് സമയം സർജറി പൂർണ്ണമാകുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്ററി റിജക്ഷനാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. മറ്റൊരാളുടെ അവയവം വേറെ വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചില ശരീരം തന്നെയാണെങ്കിൽ റിയാക്ഷൻ, അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. പണത്തിന്റെ ബുദ്ധിമുട്ട് മൂലം കേരളത്തിലെത്തി ചികിത്സ തേടിയെങ്കിലും വിദേശി എന്ന നിലയിൽ ഹൃദയം ലഭിക്കുക നിയമപരമായി ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചാണ് രോഗാവസ്ഥ ബോധ്യപ്പെടുത്തി അവയവം സ്വീകരിക്കാൻ ദുർഗയ്ക്ക് മുൻഗണന ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് കേസ് ഓട്ടോ വഴി എറണാകുളം ജനറൽ ആശുപത്രി കൈമാറിയിരുന്നു. ഈ വർഷം സംസ്ഥാനത്ത് നടക്കുന്ന 24ാമത്തെ അവയവദാന ശസ്ത്രക്രിയയാണിത്.
അമൃത ന്യൂസ്, കൊച്ചി. അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിൽ. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളെയാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. 100ഓളം സൈറ്റുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശിച്ചു. അപ്ലോഡ് ചെയ്തവർ ഡിലീറ്റ് ചെയ്യണമെന്നും പോലീസിന്റെ നിർദ്ദേശം. ഹരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഈ മാർട്ടിൻ പ്രചരിപ്പിച്ച വീഡിയോയ്ക്കെതിരെ നേരത്തെ അതിജീവിത രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് അതിജീവിതയ്ക്കെതിരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച വീഡിയോ ആണ്. അതിജീവിതയുടെ പേരടക്കം പറയുന്ന വീഡിയോ ആണ് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഈ കേസ് കൊടുത്ത അന്ന് തന്നെ തൃശൂർ സിറ്റി പോലീസ് ഇത് ഏറ്റെടുക്കുകയും പിന്നീട് തൃശൂർ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള നടപടിയിലാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെയാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. തുടർ നടപടിക്രമങ്ങളുണ്ട്. അവരെ ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പോലീസ് പുറത്തുവിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പ്രാഥമികമായി ഇത്തരത്തിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. 100ഓളം സൈറ്റുകളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തവർ ഡിലീറ്റ് ചെയ്യണമെന്നും പോലീസിന്റെ നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിത തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ പരാതി നൽകിയിരുന്നതാണ്. ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ച മാർട്ടിൻ എന്ന ആൾക്കെതിരെ നടപടി വേണം, മാത്രമല്ല ഇത് റീഷെയർ ചെയ്യുന്ന മറ്റു വ്യക്തികൾക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഊർജിതമായ അന്വേഷണം, അത് തൃശൂർ സിറ്റി പോലീസാണ് അന്വേഷണം ഏറ്റെടുത്തത്. പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് അടക്കം കൈമാറുകയും പ്രത്യേകതരം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, IT ആക്ടുകളെല്ലാം ചുമത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഇത് റീഷെയർ ചെയ്ത മറ്റു വ്യക്തികളിലേക്കും കേസ് വ്യാപിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 100ഓളം സൈറ്റുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച UDF. മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്, CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസ് പാർട്ടി എന്നിവരെ അസോസിയേറ്റ് അംഗങ്ങളാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ായുള്ള മുന്നണി വിപുലീകരണമായിരുന്നു കൊച്ചിയിൽ നടന്ന UDF യോഗത്തിലെ പ്രധാന അജണ്ട. PV അൻവറിനു പുറമെ CK ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസ് പാർട്ടിയെയും അസോസിയേറ്റ് അംഗങ്ങളാക്കി ഉൾപ്പെടുത്താൻ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായി. നിരുപാധികമാണ് 3 പേരും മുന്നണിയുടെ ഭാഗമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ UDFിലേക്ക് എടുക്കണമെന്ന അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടും. ഘടകകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത NDAയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. ഘടകകക്ഷിയാക്കണമെന്നായിരുന്നു ചന്ദ്രശേഖരന്റെ ആവശ്യമെന്നും അസോസിയേറ്റ് മെമ്പറായി അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ UDFിലേക്ക് വരണ്ടായെന്നും VD സതീശൻ പ്രതികരിച്ചു. അതേസമയം PV അൻവറും CK ജാനുവും UDF തീരുമാനത്തിൽ സന്തോഷം രേഖപ്പെടുത്തി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് UDF ഗവൺമെന്റ് തന്നെയാണ്. ഈ മുന്നണിയോടൊപ്പം അസോസിയേറ്റ് ചെയ്തു പോകുന്നതിനോട് മുഴുവൻ ഒരാൾക്ക് പോലും എതിർപ്പില്ല. കേരള കോൺഗ്രസ് എമ്മുമായി മുന്നണി പ്രവേശനം സംബന്ധിച്ച് അങ്ങോട്ടേക്ക് ചർച്ചയ്ക്കില്ലെന്നും നിലപാട് അവർ വ്യക്തമാക്കട്ടെയെന്നുമാണ് നേതൃയോഗത്തിലെ ധാരണ. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ ജോസഫ് വിഭാഗവും കടുത്ത എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. ജനുവരിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നിലവിലെ ആലോചന. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുന്നോടിയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF ജാഥ നടത്തും. ഇടത് സഹയാത്രികരായ പലരും മുന്നണിയുടെ ഭാഗമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. CPMഉം BJPയുമായി ഒരു തരത്തിലുമുള്ള സഖ്യം പാടില്ലെന്നാണ് യോഗത്തിലെ മറ്റൊരു തീരുമാനം. കീഴ്ഘടകങ്ങൾക്കും ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.
നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിമരുന്നു കേസിൽ പോലീസിന് തിരിച്ചടി. നടൻ ലഹരി ഉപയോഗിച്ചെന്ന പരിശോധനയിൽ തെളിയിക്കാനായില്ല. നടന് അനുകൂലമായാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നത്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ഷൈൻ ടോം ചാക്കോയുടെ നഖം, മുടി എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അന്ന് നടന്റെ സുഹൃത്തായ അഹമ്മദ് മുർഷിദ് എന്നയാളെയും അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിലാണ് ഡാൻസ് ഓഫ് സംഘം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെത്തിയത്. ഇതിനിടെയാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. ഇതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിരുന്നു. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകരരുടെ സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നുവെന്ന് BSF. 5 കിലോമീറ്ററിനുള്ളിൽ 9 കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടെ ജമ്മുവിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപത്ത് നിന്ന് ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പ് കണ്ടെത്തി. സ്നൈപ്പർ തോക്കിൽ ഘടിപ്പിക്കാവുന്നതാണ് റൈഫിൾ സ്കോപ്പ്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഉൾപ്പെടെ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭീകര താവളങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. കേന്ദ്ര ഏജൻസികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്പൂർ, ബജ്രാഗർഹി, ചോബ്ര, സർജോൾ തുടങ്ങി 9ഓളം ഇടങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടക്കുന്നതായി BSF ആണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തകർത്തതിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പുതിയ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട താവളങ്ങളല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏപ്രിൽ മാസം 22-നാണ് പഹൽഗാമിൽ ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയത്. ഇതിന് തിരിച്ചടിയായി മെയ് 7-ന് രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തി രക്ഷാസേനയും ജമ്മു കാശ്മീർ പോലീസും 24 ഗ്രാമങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഭീകരവാദ സാന്നിധ്യം വ്യക്തമായ പശ്ചാത്തലത്തിൽ നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ സേനാ വിഭാഗങ്ങൾ ശക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $1 ബില്യൺ നിക്ഷേപിക്കാൻ തയ്യാറായി ന്യൂസിലാൻഡ്. 9 മാസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. കരാറിന്റെ നേട്ടങ്ങൾ വിശാലവും പ്രാധാന്യമർഹിക്കുന്നതുമെന്നാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രതികരിച്ചത്. ഇന്ത്യയുടേത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇത് ന്യൂസിലൻഡ് പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ, കയറ്റുമതി, വളർച്ച ഇവയ്ക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 പകുതിയോടെ കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസിലൻഡ് ഉൽപ്പന്നങ്ങളുടെ 95% താരിഫ് ഒഴിവാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം ന്യൂസിലൻഡിലേക്കുള്ള എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപിക്കാനും ന്യൂസിലൻഡ് തീരുമാനിച്ചു. കർഷകരെയും ആഭ്യന്തര വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിനായി പാൽ, കാപ്പി, ക്രീം, ചീസ്, തൈര്, മോര്, കസീനുകൾ, ഉള്ളി, പഞ്ചസാര, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ, റബ്ബർ എന്നിവയ്ക്കുള്ള വിപണി പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാർ ഒഴിവാക്കിയതായി ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസിലൻഡ് ഭരിക്കുന്ന നാഷണൽ പാർട്ടിയുടെ 2022 തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ന്യൂസിലൻഡ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ. അത് ആദ്യ ടൈമിൽ തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്ന ചാരിതാർത്ഥ്യമാണ് പാർട്ടിക്ക്. അതേസമയം 9 മാസത്തിനുള്ളിൽ ധാരണയിലെത്തിയ ഈ ചരിത്ര നാഴികക്കല്ല് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ഈ വർഷം ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിടുന്ന 3ാമത്തെ രാജ്യമാണ് ന്യൂസിലൻഡ്. മെയിൽ ബ്രിട്ടനുമായും കഴിഞ്ഞ വ്യാഴാഴ്ച ഒമാനുമായി സാമ്പത്തിക പങ്കാളിത്ത കരാറും ഒപ്പുവെച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും പരോൾ അനുവദിച്ച് ഉത്തരവ്. കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രതിയായ TK രജേഷിന് പരോൾ അനുവദിച്ചത് ഏറെ ചർച്ചയായിരുന്നു. വർഷാവസാനം നൽകുന്ന സ്വാഭാവിക പരോൾ മാത്രമാണെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. 1 മാസം ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് 5 ദിവസത്തെ പരോളിന് അർഹതയുണ്ടെന്നാണ് ജയിൽ ചട്ടത്തിൽ പറയുന്നത്. 1 വർഷം ഒരു പ്രതിക്ക് 60 ദിവസത്തോളം പരോളിന് അവകാശമുണ്ട്. അതിനാൽ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് പരോൾ അനുവദിച്ചുവെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പായതിനാൽ കഴിഞ്ഞ 2 മാസമായി പ്രതികൾക്കാർക്കും പരോൾ അനുവദിക്കാതിരുന്നതും വർഷാവസാനമായതും കണക്കിലെടുത്താണ് ഇപ്പോൾ നൽകിയതെന്നാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം TP കേസിലെ മറ്റൊരു പ്രതിയായ TK രജീഷിന് 20 ദിവസത്തെ പരോൾ അനുവദിച്ചപ്പോൾ ഏറെ ചർച്ചയായിരുന്നു. 5 മാസത്തിനിടെ 2 തവണയാണ് രജീഷിന് പരോൾ നൽകിയത്. 30 മാസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് 1.5 മാസമായി ആയുർവേദ ചികിത്സയിലായിരുന്നു.
അത് കഴിയുമ്പോഴേക്കും പുതിയ പരോളും ലഭിച്ചു. കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസമാണ് പരോൾ അനുവദിച്ചത്. പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും 15 ദിവസം പരോൾ നൽകിയിരിക്കുന്നത്. ചൊക്ലിപ്പറമ്പത്ത് വീട്ടിൽ KK മുഹമ്മദ് ഷാഫിക്ക് കൊലപാതകവുമായി നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. TP കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് CJM കോടതിയുടെ നോട്ടീസ്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരായ ഹർജിയിലാണ് നോട്ടീസ്. KSRTC ഡ്രൈവറായിരുന്ന യദു നൽകിയ പരാതിയിലാണ് നോട്ടീസ്. 2024 ഏപ്രിൽ 27-നാണ് ഏറെ കോളിളക്കമുണ്ടായ സംഭവമുണ്ടായത്. പാളയത്ത് രാത്രി 10 മണിയോടെ അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുടുംബവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ് തടഞ്ഞ് ഡ്രൈവർ യദുവിനെ അസഭ്യം പറഞ്ഞു എന്നായിരുന്നു കേസ്. എന്നാൽ യദു വാഹനത്തിലിരുന്ന സ്ത്രീകളെ നോക്കി അശ്ലീലാംഗ്യം കാട്ടിയെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കേസെടുത്ത ശേഷം കോടതി ഇടപെട്ടതിനെ തുടർന്നായിരുന്നു ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തത്. പിന്നീട് മേയറെയും MLAയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. യദുവിനെ അസഭ്യം പറഞ്ഞതിന് സാക്ഷികളില്ല എന്നും MLAയ്ക്ക് ബസ്സിനുള്ളിൽ കയറാൻ ഡ്രൈവർ തന്നെയാണ് വാതിൽ തുറന്ന് നൽകിയത് എന്നതുമടക്കം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത്. വാഹനം ഓടിച്ചിരുന്ന ആര്യയുടെ സഹോദരൻ അരവിന്ദനെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ യദു നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. FIR-ൽ പേരുള്ള എല്ലാവരെയും പ്രതിയാക്കണമെന്നും ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രം തള്ളണമെന്നും ആവശ്യപ്പെട്ടാണ് യദു പുതിയ ഹർജി നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി നോട്ടീസ് അയച്ചത്. ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, ആര്യയുടെ സഹോദരന്റെ ഭാര്യ എന്നിവർക്കാണ് നോട്ടീസ്. ജനുവരി 21-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം BJPയുടെ വരുമാനത്തിലുണ്ടായത് വൻ വർധനവ്. 2024-25 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6088 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാർട്ടി ഫണ്ടിൽ 53% വർധനവാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിംഗ് കമ്പനിയായ റങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് 522 കോടി രൂപയും DMKയ്ക്ക് 365 കോടി രൂപയും ലഭിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് സംബന്ധിച്ച കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷന് BJP നൽകിയ കണക്ക് കൂടി പുറത്തുവന്നത്. 2024-2025 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6088 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം പാർട്ടിക്ക് ആകെ കിട്ടിയ തുക 3967 കോടി രൂപയായിരുന്നു. ഡിസംബർ 8-നാണ് ഇത് സംബന്ധിച്ച കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നൽകിയത്. കോൺഗ്രസിനേക്കാൾ 12 മടങ്ങ് അധികം തുകയാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 522 കോടി രൂപ കിട്ടിയപ്പോൾ 12ഓളം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി ആകെ കിട്ടിയത് 1343 കോടി രൂപയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ കിട്ടിയതിനേക്കാൾ 4 മടങ്ങ് അധികമാണ് BJPക്ക് സംഭാവന ലഭിച്ച തുക. 3744 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ട്രസ്റ്റുകൾ നൽകിയ സംഭാവനയാണ്. ബാക്കി 2344 കോടി രൂപ വ്യക്തികൾ ഉൾപ്പെടെ നൽകിയ സംഭാവനയുമാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിംഗ് കമ്പനിയായ റങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ മരുന്ന് നിർമ്മാതാക്കളാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനു പുറമെ വേദാന്ത ലിമിറ്റഡ് 67 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ മോഡേൺ റോഡ് മേക്കേഴ്സ് നൽകിയ 52 കോടി രൂപയും BJPയുടെ സംഭാവന പട്ടികയിലുണ്ട്. ബീഹാർ ഭരിക്കുന്ന JDUവിനേക്കാൾ കൂടുതൽ സംഭാവന ജൻസൂരജ് പാർട്ടിക്ക് കിട്ടിയെന്നതും ശ്രദ്ധേയമാണ്. JDUവിന് കിട്ടിയത് 18 കോടി രൂപയാണെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 25 കോടി രൂപ ലഭിച്ചു. 2024 ഫെബ്രുവരിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയുടെ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര സപ്ലൈകോ ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ജനുവരി 1 വരെ നീളുന്ന ഫെയറുകളിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കുറവും പ്രത്യേക സബ്സിഡിയും നൽകും. ഇതോടൊപ്പം 20 കിലോ അരി 25 രൂപയ്ക്ക് സപ്ലൈകോ ഫെയറുകളിൽ നിന്നും വാങ്ങാനാകും. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനാണ് സപ്ലൈകോ ഫെയറുകൾ ആരംഭിച്ചത്.
സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഡിസംബർ 22 ആരംഭിച്ച ജനുവരി 10 വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഫെയറുകൾ ഉണ്ടാവുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രാമം മൈതാനം, പത്തനംതിട്ട റോഡ് മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ നടത്തുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ 280ലധികം ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയ്ക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് ഉണ്ടാകും. സപ്ലൈകോ നിലവിൽ നടപ്പാക്കി വരുന്ന 20 കിലോ അരി 25 രൂപയ്ക്ക് എന്ന പദ്ധതി സപ്ലൈകോ ഫെയറുകളിൽ ലഭ്യമാവുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. 280 ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഓഫറുണ്ട്. നമ്മൾ നൽകിയിരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് 3 രൂപ 2 രൂപ വീതം വീണ്ടും കുറച്ചു. മാർക്കറ്റിലെ വില വർധനവിനനുസരിച്ച് ചെറിയ വ്യത്യാസം ചില സമയത്ത് വരുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വില കുറച്ച് കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് 12 ഇനങ്ങളടങ്ങിയ പ്രത്യേക കിറ്റും ഫെയറുകളിൽ ലഭ്യമാണ്. കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ പ്രത്യേക ഓഫറുകളും ഓരോ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോ നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്രിസ്മസിന്റെ വരവറിയിച്ച് ആലപ്പുഴ നഗരത്തിൽ അണിനിരന്നത് 2600ഓളം ക്രിസ്മസ് പാപ്പമാർ. യേശുക്രിസ്തു മനുഷ്യപുത്രനായി പിറവിയെടുത്തതിന്റെ ജൂബിലി വർഷാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മഹാറാലിയിലായിരുന്നു ഈ വ്യത്യസ്ത കാഴ്ച. അഞ്ചും പത്തുമല്ല, 100ഉം 1000ഉമല്ല, ആലപ്പുഴ നഗരത്തിനെ ചുവപ്പണിയിച്ചെത്തിയത് 2600ഓളം ക്രിസ്മസ് പാപ്പമാർ. ആലപ്പി എക്യുമെനിക്കൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ സംയുക്ത ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മഹാറാലിയിലായിരുന്നു ഈ അപൂർവ കാഴ്ച. സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നത് ജൂബിലി വർഷത്തെ അനുസ്മരിച്ച് 2025 പാപ്പമാരെ. എന്നാൽ ക്രിസ്മസിന്റെ വരവറിയിച്ച് മഹാറാലിയിൽ കൂടുതൽ പാപ്പമാർ അണിനിരുന്നതോടെ നഗരം ചുവപ്പും വെള്ളയും നിറങ്ങൾ കൊണ്ട് നിറഞ്ഞു. യേശുക്രിസ്തു മനുഷ്യപുത്രനായി പിറവിയെടുത്തതിന്റെ ജൂബിലി വർഷ സമാപനത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പൂന്തോപ്പ് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച മഹാറാലിയുടെ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു. റാലിയിൽ പാപ്പമാർക്ക് പുറമെ വിവിധങ്ങളായ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. ആടിയും പാടിയും നഗരത്തിലെ 35 പള്ളികളിൽ നിന്നുള്ള 100 കണക്കിന് വിശ്വാസികൾ കൂടി ഒപ്പം കൂടിയതോടെ കിഴക്കിന്റെ വെനീസിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടുതൽ കളറായി. റാലിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നിർവഹിച്ചു. ലിയോ 13 സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ ക്രിസ്മസ് സന്ദേശം നൽകി. അമൃത ന്യൂസ്, ആലപ്പുഴ. മാവേലിക്കരയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചു. മാവേലിക്കര VSM ആശുപത്രിയിലാണ് സംഭവം. തൃക്കുന്നപ്പുഴ സ്വദേശി ധന്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. അതേസമയം ചികിത്സാ പിഴവില്ലെന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആശുപത്രി വിശദീകരണം നൽകി. പാലക്കാട് വാളയാറിലേത് ആസൂത്രിത ആൾക്കൂട്ട കൊലപാതകമല്ലെന്ന് ജില്ലാ പോലീസ് മേധാവി. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പോലീസ് അന്വേഷിച്ചിട്ടില്ല. കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ചതായുള്ള തെളിവുകൾ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS വ്യക്തമാക്കി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട റാം നാരായൺ ബക്കേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കും. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ആൾക്കൂട്ട ആക്രമണങ്ങൾ കേരള സമൂഹത്തിൽ അംഗീകരിക്കാനാവില്ല. കൃത്യമായ അന്വേഷണം സർക്കാർ നടത്തും. പ്രതികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല, അത് പറയുന്നില്ല. പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. നിങ്ങളെല്ലാം സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കണം. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അവരെല്ലാം തിരിച്ചറിയാതിരുന്നില്ല, എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ആ തിരിച്ചറിഞ്ഞിട്ട് പോലും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാധിക്കുന്നില്ല. ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അതിനെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. നീ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം മനുഷ്യനെ അടിച്ച് കൊന്നത്. വളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ രാമനാരായണന്റെ മരണത്തിൽ 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജൻ. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. SC/ST പീഡന നിരോധന നിയമവും ഉൾപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്നും കെ രാജൻ പറഞ്ഞു. നഷ്ടപരിഹാരം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ മൃതദേഹം ഏറ്റെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്ന് കുടുംബാംഗങ്ങളും സമരസമിതിയും അറിയിച്ചു. മലയാളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാംനാരായണൻ്റെ മരണം അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും ഇന്നലത്തോടുകൂടി പൂർണ്ണമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ വിഷയമേ ഇല്ല. കാരണം ഇക്കാര്യത്തിലുണ്ടായ നടപടി ദൗർഭാഗ്യകരം തന്നെ എന്ന് ഗവൺമെൻറ്റിൻ്റെയോ അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ അഭിപ്രായം ഏതാണ്ട് ഒരുപോലെ തുല്യമായ വിധത്തിലാണ്. ഇടുക്കി മുള്ളരിക്കുടിമറ്റത്തിൽ ജോസഫ് വർഗീസിന്റെ ശരീരം തളർന്നുവെങ്കിലും മനസ്സിനെ തളർത്താനാവില്ല. 4 വർഷം മുൻപ് തെങ്ങിൽ നിന്ന് വീണ് നട്ടലു തകർന്ന ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ മനസാന്നിധ്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. ഇടുക്കി മുള്ളരിക്കുടി മറ്റത്തിൽ ജോസഫ് വർഗീസ് വീൽ ചെയറിൽ വീടിന് താഴെ 100 അടിയോളം കിഴക്കാംതൂക്കായ സ്ഥലത്തെ ഫാമിലേക്കെത്തി കാടക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. കാടക്കോഴികളെയും കാടമുട്ടയും വിറ്റ് ഉപജീവനം നടത്തുന്നു. കാടമുട്ട വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ സംവിധാനങ്ങൾ, കാടഫാമിലേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റ്, ഇതൊക്കെ ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ്. 4 വർഷം മുമ്പാണ് കൊച്ചുമോന് അപകടമുണ്ടായത്. എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് തെങ്ങിൽ കയറവേ കാൽ വഴുതി വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനി അസാധ്യമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 1 വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ വീൽചെയറിലിരുന്ന് വഴിമുട്ടിയ തന്റെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ന് 1000-ഓളം കാടകളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നു. കാടക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് വളർത്തുന്നു. മകൾ ആഗ്നസും പിതാവും സഹായത്തിനുണ്ട്. ഇതാണ് നമ്മുടെ താഴെയാണ് കാട ഫാം. നമ്മുടെ പഴയ പെര അവിടെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫാമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും മുട്ട വിരിയിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുട്ടയും കൊണ്ടാണ് നമ്മൾ താഴെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറച്ചിക്കാടയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാടക്കോഴിയുടെയും കാടമുട്ടയുടെയും വിൽപ്പനയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. ഇൻക്യുബേറ്റർ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും കൊച്ചുമോൻ അറിയാം. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ തിരികെ പിടിക്കുകയാണ് ഇടുക്കി മുള്ളരിക്കുടിയിലെ ഈ ചെറുപ്പക്കാരൻ. അമൃത ന്യൂസ്, ഇടുക്കി. ഇപ്പോൾ ശബരിമലയിൽ ദീപാരാധനാ സമയമാണ്. സന്നിധാനത്ത് നിന്ന് തത്സമയം.